V.N Vasavan. കേരള 15ാം നിയമസഭയിൽ ഏറ്റുമാനൂരിൽ നിന്നുമുള്ള MLA-യും കേരളത്തിന്റെ സാംസ്കാരിക, സഹകരണ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ മന്ത്രിയുമാണ് ശ്രീ V.N Vasavan. കേരള മന്ത്രിസഭയിലെ സൗമ്യ സാന്നിധ്യത്തിനുടമയായ ശ്രീ വാസവൻ കോട്ടയംകാരുടെ എക്കാലത്തെയും പ്രിയ നേതാക്കന്മാരിൽ ഒരാളാണ്. പ്രിയപ്പെട്ട മന്ത്രിയെ ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്രില്യന്റിൻ്റെ ബഹുമാന്യരായ ഡയറക്ടേഴ്സ്, പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ സാർ ഉൾപ്പെടെ ഡയറക്ടേഴ്സ്, ബഹുമാന്യ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, പ്രിയപ്പെട്ട V.T. തോമസ്, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, ശ്രീ ജോർജ് കുട്ടി അഗസ്തി തുടങ്ങി ഈ സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, അത്യന്തം അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ് ആവേശകരമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ എൻട്രൻസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന നാമം ബ്രില്യൻ്റാണ്. ബ്രില്യൻ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്താകെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ട്രെയിനിങ് സെൻ്ററായി മാറിയിരിക്കുന്നു. ആ നാമം തന്നെ രൂപം കൊടുത്തയാളിന്, ബ്രില്യൻ, ആ പേര് തന്നെ ഇട്ടയാളിന് ആദ്യമായി ഇവിടെ അനുമോദിക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രത്തോളം ആ പേര്, ആ ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ ഭംഗിയും അതോടൊപ്പം തന്നെ മനോഹാരിതയും അർത്ഥപൂർണമായും ആ പേര് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എൻട്രൻസ് ചരിത്രത്തിൽ ആദ്യം എല്ലാവരും ഉറ്റുനോക്കുന്നത് ബ്രില്യൻ, എത്ര റാങ്കുണ്ടവർക്ക്. കേരളത്തിൽ വരുമ്പോൾ എന്നും ആദ്യ റാങ്ക്, ഈ പ്രാവശ്യവും അത് പിഴച്ചില്ല. ആയിരിയിലൂടെ കേരളത്തിലെ 1ാം റാങ്ക് മെഡിക്കൽ എൻട്രൻസ് നേടാൻ കഴിഞ്ഞു എന്നത് ഹൃദയം നിറഞ്ഞ് നിങ്ങളെ അനുമോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. തുടർന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെടുക്കുമ്പോൾ നമുക്കേറെ അവരെ കൂടുതൽ തരത്തിൽ 3 കൂട്ടരെയാണ് പ്രത്യേകമായി അനുമോദിക്കുന്നത്. 1 വിദ്യാർത്ഥികൾ, 2 അവരെ കൈപിടിച്ചുയർത്തിയ അധ്യാപകരും അതിൻ്റെ അണിയറ ശില്പികളും, 3 അവരുടെ മാതാപിതാക്കൾ. ഈ 3 കൂട്ടരും ചേർന്നപ്പോഴാണ് ഈ വലിയ വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞത്. ആ വിജയകരമായ ജൈത്രയാത്ര അനുസ്യൂതം തുടരുകയാണ്. എത്ര ഭംഗിയായി മനോഹരമായിട്ടാണ് ബ്രില്യൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അവർ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു. 4 പതിറ്റാണ്ട് കാലമായി പാലായിൽ പ്രവർത്തനമാരംഭിച്ച് ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ എൻട്രൻസിലെ ജേതാക്കൾക്ക് ബ്രില്യൻറ്റിലെ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് അവരുടെ വിക്ടറി ഡേ സെലിബ്രേഷൻ നടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് പാലായിലുള്ള ഓരോ ഓഡിറ്റോറിയത്തിലും വിക്ടറി ഡേ നടത്താൻ ബ്രില്യൻറ്റിന് കഴിയാതെ വന്നുകൊണ്ടാണ് തിരുവല്ലയിലെ 5000 പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെൻറ്റർ തേടി വിജയിലേക്ക് എത്തിയത്. വരും കാലങ്ങളിൽ ഇവിടെയും കഴിയില്ല, ഇതിനേക്കാൾ വലിയ ഓഡിറ്റോറിയം കണ്ടെത്തേണ്ടി വരും ബ്രില്യൻ്റ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഈ അടുത്ത ദിവസം അഭിനന്ദനായ ക്ലിമീസ് ബാവ ഉൾക്കൊള്ളുന്ന കർദിനാളിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ വിദ്യാഭ്യാസ സങ്കേതത്തിൽ പുതിയ സെൻറ്റർ സമാരംഭിക്കുകയുണ്ടായി. സെബാസ്റ്റ്യൻ സാറും സ്റ്റീഫൻ സാറും സന്തോഷ് സാറും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ പോയിരുന്നു. അപ്പോൾ അനന്തപുരിയിലേക്ക് നമ്മുടെ സെൻറ്റർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വിപുലവും വിശാലവുമായ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രവർത്തനം അങ്ങ് ഗോകർണം മുതൽ കന്യാകുമാരി വരെ വ്യാപിക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിൽ വന്നെങ്കിൽ സമീപകാല ഭാവിയിൽ അത് ആസേതു ഹിമാചലം വരെ എത്തുന്ന രൂപത്തിലേക്ക് അതിൻ്റെ ജൈത്രയാത്ര തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്രത്തോളം വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം നല്ല രൂപത്തിലുള്ള പരിശീലനങ്ങൾ. നമുക്കവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഒന്നവരുടെ ടീം വർക്ക്, ആ 4 ഡയറക്ടർമാർ യാതൊരു രൂപത്തിലുള്ള ഭിന്നാഭിപ്രായവുമില്ലാതെ അവർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു ടീം വർക്കായി ഇതിൻ്റെ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യും.
അതോടൊപ്പം തന്നെ അവർ ക്ലാസ് എടുക്കാൻ വരുന്ന അധ്യാപകർ എല്ലാം രാജ്യത്തെ തന്നെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. അതോടൊപ്പം അവിടെ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഈ റാങ്ക് ഉണ്ടാവുന്നത്. 1 ലക്ഷ്യബോധം, 2 കഠിനാധ്വാനം, 3 നിശ്ചയദാർഢ്യം. അതിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കൾ, ആ രക്ഷകർത്താക്കളെ വിസ്മരിച്ചുകൊണ്ടൊന്നും നമുക്ക് നേടിക്കൂടാ. എല്ലായ്പ്പോഴും ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ ആ രക്ഷകർത്താക്കളാണ്. മാതാപിതാ ഗുരു ദൈവമെന്നാണ് ഇളം ക്ലാസ്സുകളിൽ അധ്യാപകർ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരുപക്ഷെ SLCക്ക് എഴുതുമ്പോഴും +2 എഴുതുമ്പോഴുമെല്ലാം ഉറക്കമളച്ചിരുന്ന് പലപ്പോഴും മാതാപിതാക്കൾ നമ്മളോടൊത്ത് നമ്മുടെ റിസൾട്ടിന് വേണ്ടി പാടുപെട്ട രംഗം നമ്മൾ ഓർക്കണം. അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, തങ്ങളുടെ കുട്ടികൾ ഉന്നതസ്ഥാനീയരായി മാറണം, ഉയർന്ന നിലവാരത്തിലേക്ക് എത്തണം. ആ കാഴ്ചപ്പാടിൽ രക്ഷകർത്താക്കൾ നടത്തുന്ന ഭഗീരഥ പ്രയത്നമുണ്ട്. അവരെ ഒരിക്കലും, നമ്മൾ എത്ര ഉന്നതങ്ങളിൽ പോയാലും ഒരിക്കലും വിസ്മരിച്ചുകൂടാ മാതാപിതാക്കളെ. അവരെന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ നമുക്കൊരിക്കലും ഒരു സന്ദർഭത്തിൽ പോലും വിസ്മരിച്ചുകൂടാ. വർത്തമാന കാലഘട്ടത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പവിത്രതയിലൊക്കെ തന്നെ അപജയങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും. ഇനിയും അവർ ഉപരിപഠനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രൊഫഷണൽ രംഗത്ത് കൂടുതൽ ജാഗ്രതയോടെ, കരുത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ, കഠിനാധ്വാനത്തിൽ നിന്നുകൊണ്ട് തങ്ങൾ ഭാവിയിൽ മനുഷ്യജീവനുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന, അതിൻ്റെ കാവൽക്കാരായി മാറുന്ന വിഷക്കുരന്മാരായി വരുമ്പോൾ എത്ര കൊണ്ട് ജാഗ്രതയോടുകൂടി നിങ്ങൾ നിന്നാലാണ് ആ വലിയ ദൗത്യമേറ്റെടുത്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സഹായിയായും സേവകനായും ശുശ്രൂഷകനായും ആതുര സേവന രംഗത്ത് നാളുകളിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ ഉയർന്നു വരിക. അതിലേക്ക് കടക്കാൻ കഴിയുന്ന വിദ്യാർത്ഥിനികളാണ് ഇന്ന് ഈ സദസ്സിലുള്ളത്. ഒരു കാര്യം കൂടി എടുത്തു സൂചിപ്പിക്കാം. നമ്മുടെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥാപനവും നമ്മുടെ അറിവിൽ ഇങ്ങനെ അംഗീകാരം നേടുന്നവരെ ആദരിക്കുക എന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ അംഗീകാരം നേടി വരുന്നവരെ ഇപ്പം ആദ്യത്തെ റാങ്ക് കിട്ടുന്ന ആര്യയ്ക്ക് കൊടുക്കുന്ന 10 ലക്ഷം രൂപയും സ്വർണ്ണ മെഡലുമാണ്. രണ്ടാമത്തെ കുട്ടിക്ക് 5 ലക്ഷം രൂപയും മെഡലും കൊടുക്കുന്നു. ഈ തരത്തിൽ 1763 കുട്ടികളെയും ഈ തരത്തിൽ ആദരിക്കാൻ തയ്യാറാകുന്ന സംസ്കാരം ബ്രില്യൻറ്റിനല്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ഥലത്തും ഇല്ല എന്ന കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കുക. ഒരു ചെറിയ കാര്യമാണ്. അപ്പോൾ ഇതാണ് ബ്രില്യൻറ്റിൻ്റെ സവിശേഷത. അപ്പോൾ ആ ബ്രില്യൻ്റ് അവരുടെ പേരിൽ കൊടുത്ത അർത്ഥപൂർണമായ ആ നാമം, അതിൻ്റെ എത്ര വിശാലവും വിപുലവുമായ അർത്ഥത്തിൽ അവരതിനെ കണ്ട് മുന്നോട്ട് പോകുന്നു. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ സാധാരണഗതിയിൽ മറ്റുള്ള സംഘടനകളോ മറ്റുള്ള വ്യക്തികളോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആദരവ് സംഘടിപ്പിച്ച് പാരിതോഷികങ്ങൾ കൊടുക്കുക. പക്ഷേ ഇത് തങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് ഈ മിടുക്കന്മാരാകുന്നവരെ ഈ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ കൂടി വരുമ്പോൾ അവർക്ക് ലാഭേച്ഛ മാത്രമല്ല, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന കാര്യമാണ് അതിലെടുത്ത് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ വേറൊരു രൂപത്തിൽ കൂടി ഊറ്റം കൊള്ളുന്നു. പാലാ ബ്രില്യൻ്റ് അവിടെ ഉള്ളത് കൊണ്ട് ഒരു കാലഘട്ടത്തിൽ കോട്ടയം പോലുള്ളൊരു ജില്ലയിൽ റബ്ബറായിരുന്നു ഏറ്റവും വലിയ വരുമാന മാർഗം. അതിന് വിലയിടിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മീനച്ചി താലൂക്കും പാലായുമൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഈ ബ്രില്യൻറ്റുകാരുള്ള ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുമ്പോൾ ഒരു നാട് രക്ഷപ്പെടുകയാണ്. അപ്പോൾ അത് പലരും ശ്രദ്ധിക്കുന്നില്ല. ഞാനത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് ബ്രില്യൻറ്റിൻ്റെ ഈ നീക്കം ഒരു നാടിൻ്റെ വികാസ പ്രക്രിയയിൽ അവർ വലിയൊരു ചാലകശക്തിയായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അണിയറ ശില്പികളെ ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുന്നതോടൊപ്പം ഈ വിദ്യാർത്ഥിനികളെയും അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളെയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. MS ശ്രീഹരി 4 ലക്ഷം രൂപ ക്യാഷ് അവാർഡ്, ഗോൾഡ് മെഡൽ, മെമന്റോ, കേരള റാങ്ക് 3.
705 മാർക്കുമായി കേരള റാങ്ക് 3 കരസ്ഥമാക്കിയ MS ശ്രീഹരി 4 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഗോൾഡ് മെഡൽ മെമന്റോ MS ശ്രീഹരി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.